കെ അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, ഈ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല എന്നാണ് തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. ഈ ഇഡിയെക്കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെ വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു? അമൃത പ്രധാനമായും പറയുന്നത് ഇത് ഇലക്ഷൻ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിരമായി വരുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതിൽ തന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒന്നും തന്നെ സാധിക്കില്ല. കാരണം ഇത് ഫെമ നിയമപ്രകാരം വരുന്ന കേസാണ്. PMLA വഴി വരുന്ന കേസുകളാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിൽ ഫെമ വകുപ്പ് പ്രകാരം വരുന്ന കേസുകൾ പ്രകാരം തന്നെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അത് കാട്ടി ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇത് ഒരു എന്താണ് താൻ ചെയ്ത അല്ലെങ്കിൽ നിയമലംഘനം അല്ലെങ്കിൽ ഇതിൽ എന്താണ് നിയമലംഘനം എന്നുള്ളത് കൃത്യമായി തന്നെ ഇഡി വ്യക്തമാക്കണം. അത് വ്യക്തമാക്കാത്തിടത്തോളം കാലം അതിന്റെ പേരിൽ ഹാജരാകേണ്ട കാര്യമില്ല. എന്താണ് നിയമലംഘനം എന്ന് തന്നോട് ചോദിച്ചറിയാൻ വേണ്ടി തന്നെ ഇഡി വിളിക്കുമ്പോൾ അതിന് പോകേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് തോമസ് ഐസക് ഇന്ന് അല്പസമയം മുമ്പ് തന്നെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ താൻ പോകില്ല എന്നുള്ള ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. അതായത് ഇതിൽ എന്താണ് നിയമലംഘനം എന്ന് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്നുള്ള കാര്യമാണ്. അതിന് മറുപടി നൽകുക ചെയ്തു. അത് കൃത്യമായി തന്നെ മറുപടി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും തോമസ് ഐസക് കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തോമസ് ഐസക് അതായത് ഈ തീരുമാനങ്ങൾ വ്യക്തിപരമല്ല എന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഇതിൽ ഒരു കൂട്ടായി എടുത്ത തീരുമാനങ്ങളാണ്. താൻ ഒറ്റയ്ക്ക് അതിലൊന്നും എടുത്തിട്ടില്ല. ഒരു മന്ത്രി എന്ന നിലയിൽ, അതായത് ഒരു മന്ത്രി അല്ലെങ്കിൽ ആയതുകൊണ്ടാണ് താൻ അന്ന് ധനകാര്യമന്ത്രി ആയതുകൊണ്ടാണ് താൻ അത്തരത്തിലൊരു വൈസ് ചെയർമാന്റെ സ്ഥാനത്ത് എത്തിയത്. മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ ചെയർമാന്റെ സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ അത് തങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായും വരുന്ന ഒരു ഉത്തരവാദിത്തങ്ങൾ മാത്രമാണ് നിറവേറ്റിയത്. അതിൽ കൂട്ടായെടുത്ത തീരുമാനങ്ങളാണ്. അതിൽ താൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇഡിയുടെ ഇത്തരത്തിലുള്ള ഹറാസ്മെന്റ്, അതായത് ഇഡി ചെയ്യുന്നത് അതായത് തങ്ങളെ ഹറാസ് ചെയ്യുന്നത് തെറ്റാണെന്ന്, അതായത് അത്തരത്തിലുള്ള വാദങ്ങൾ ഈ ഹറാസ് ചെയ്യാനുള്ള ശ്രമമാണ് ഇഡിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയെങ്കിൽ വ്യക്തമായ ഒരു വിശദീകരണം ലഭിക്കാതെ ഇനി വീണ്ടും നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ ഹാജരാകില്ല എന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും അതിന് അവസാനത്തിൽ വീണ്ടും, അതായത് ഇരിക്കുമ്പോൾ ഹാജരാകുമോ എന്ന ചോദ്യത്തിൽ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് തെറ്റ് എന്ന് കൃത്യമായി അറിയിക്കാതെ, അതായത് തെറ്റ് എന്താണെന്നും പറയാതെ തന്നോട് തെറ്റ് എന്താണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഹാജരാകില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവസാന നിമിഷവും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ, അതായത് ഇഡിക്ക് മുമ്പിൽ കൃത്യമായി താൻ ചെയ്ത തെറ്റ് എന്താണ്, ഇതിലെ പ്രശ്നം അല്ലെങ്കിൽ ഇഡി പറയുന്നതിലെ പ്രശ്നം എന്താണ്, പിഴവ് എന്താണെന്ന് പറയാത്തടത്തോളം കാലം ഇഡിക്ക് മുമ്പിൽ ഹാജരാവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇഡിക്ക് മുമ്പിൽ ഹാജരാകില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് തോമസ് ഐസക് എന്തായാലും വ്യക്തമാക്കുന്നത്. ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.